നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. ഈ യൂണിറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന ശ്രവ്യ മാധ്യമങ്ങൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് പാസിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻ കൈമാറുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. എന്താണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? അതിന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫിലിം, ടെലിവിഷൻ പ്രോഗ്രാംസ്, വീഡിയോ ചാറ്റ്സ്, ഇതൊക്കെയാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു മാധ്യമത്തിലൂടെ കാണാനും കേൾക്കാനും സാധിക്കുന്നു. ഓക്കെ, അതിനെയാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിലിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനും കഴിയുന്നുണ്ട്, കേൾക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ ടെലിവിഷൻ പ്രോഗ്രാംസ് ആവട്ടെ, വീഡിയോ ചാറ്റ്സിൽ കൂടെ എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഓഡിയോ വിഷ്വലിന് ഉദാഹരണമാണ്. എന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ഓഡിയോ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് റേഡിയോ, സൗണ്ട് റെക്കോർഡ്സ് ഓഫ് സോങ്സ് ആൻഡ് സൗണ്ട് ട്രാക്സ് ഓഫ് മൂവീസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ എന്തിന് കഴിയുന്നുണ്ട്? കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെയാണ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അതായത് നേട്ടങ്ങളും കോട്ടങ്ങളും. അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്നാമത്തേത് ഫാസ്റ്റർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് സാധ്യമാകുന്നു. റീച്ചസ് സെവറൽ പീപ്പിൾ സൈമൾട്ടേനിയസ്ലി. അതായത് ഒരു കൂട്ടം ആൾക്കാരിലേക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് എത്തുന്നു. ഇൻസ്റ്റൻറ്റ് റിസീവിങ് ഓഫ് മെസ്സേജസ്. നമ്മുടെ സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ കമ്മ്യൂണിക്കേഷൻ്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, പോസിബിലിറ്റി ഓഫ് റോങ് ഇൻറ്റർപ്രിറ്റേഷൻ. നമ്മൾ കേൾക്കുന്ന കാര്യം വ്യാഖ്യാനിച്ചെടുക്കുന്നത് പല രീതിയിലായിരിക്കാം. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് ഓൺലി വിത്തിൻ എ സർട്ടൺ റേഡിയസ് അറ്റ് എ ടൈം. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. മൂന്നാമത്തേത് മേ ഡിസ്ട്രാക്ട് പീപ്പിൾസ് അറ്റൻഷൻ. അതായത് ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരിൽ എന്തുണ്ടാവാം? ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാം. അതായത് ആൾക്കാരിലൊരു വ്യതിചലനം ഉണ്ടാവാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ ഓഡിയോ ചാറ്റ്സ് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു ഓഡിയോ ചാറ്റിൻ്റെ പേരാണ് VoIP. VoIP എന്ന് പറയുന്നത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വോയിസ് ചാറ്റിനെയാണ് VoIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യുന്നതിന് പകരം ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കോൾ അതിനെയാണ് നമ്മൾ VoIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇത് വളരെ ചീപ്പാണ്, അതുപോലെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻ്റർനെറ്റ് ടെലിഫോണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇതിനെ പറയുന്ന പേര് ഇൻ്റർനെറ്റ് ടെലിഫോണി. ഓക്കെ, ഇതിനാവശ്യമായി വരുന്നത് ഒരു ഇൻ്റർനെറ്റ് ഡിവൈസ്. അത് കമ്പ്യൂട്ടർ ആകാം, ലാപ്ടോപ്പ് ആവാം, ടാബ്ലറ്റോ സ്മാർട്ട് ഫോണോ ആവാം. ഈ ഡിവൈസുകളിലൂടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓഡിയോ ചാറ്റ്സ് നടത്താവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓഡിയോ ചാറ്റോ അല്ലെങ്കിൽ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനോ നടത്തുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബോത്ത് ദ പേഴ്സൺസ്, അതായത് സ്പീക്കറും ലിസണറും ഷുഡ് ബി റിസെപ്റ്റീവ് ഓഫ് വാട്ട് ദ അതർ പേഴ്സൺസ് ഈസ് ട്രൈങ് ടു എക്സ്പ്രസ്. പറയുന്ന ആളോ കേൾക്കുന്ന ആളോ രണ്ടുപേരും ഒരു റിസെപ്റ്റീവ് മോഡിലായിരിക്കണം. അതായത് ശ്രദ്ധയോടെ കേൾക്കണം. അടുത്തത് യു ഷുഡ് ആസ്ക് ദ അതർ പേഴ്സൺ വെദർ ഹി ഓർ ഷീ ഹാസ് ഇനഫ് ടൈം ടു ടോക്ക് ഓർ നോട്ട്. അതായത് സ്പീക്കറോ ലിസണറോ പരസ്പരം എന്ത് ചെയ്യണം? അവർക്ക് സമയമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കണം. ഇതെന്താണ്? ഇത് വളരെ നല്ലൊരു മാനർ ഇൻ കമ്മ്യൂണിക്കേഷൻ, നല്ല മാന്യമായൊരു രീതിയാണ് കമ്മ്യൂണിക്കേഷനുള്ളത്. അടുത്ത മൂന്നാമത്തേത് ബി ആക്റ്റീവ് ആൻഡ് റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു എനി കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസസ് വിച്ച് മേ അറൈസ് വൈൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രസ്സസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും അതുപോലെ ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യണം. അടുത്ത നാലാമത്തേത് റെക്കോർഡ് യുവർ വോയിസ്. നമുക്ക് ഓഡിയോ ചാറ്റിൽ നമ്മുടെ വോയിസ് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ലേറ്റർ അതിന് ശേഷം നമ്മുടെ വോയിസോ ടോണും വോക്കൽ ക്വാളിറ്റിയൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? എക്സാമിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിലൂടെ നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നു.
ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ബി എഫക്റ്റീവ് ഇൻ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആക്കാം, അതിനുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിൻറ്റ്, സ്പെസിഫൈങ് യുവർ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി സ്പെസിഫൈ ചെയ്ത് സംസാരിക്കണം. റിപ്പീറ്റ് യുവർ പോയിൻറ്റ്സ്. നമ്മളെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. റൈറ്റ് ഡൗൺ നെസസറി പോയിൻറ്റ്സ് ബിഫോർ മേക്കിംഗ് എ കോൾ. ഒരു കോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെക്കണം. യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കാം. വിവരണാത്മകമായ ഭാഷയാണ് എന്തിനുപയോഗിക്കേണ്ടത്, ഓഡിയോ കമ്മ്യൂണിക്കേഷൻസിന് ഉപയോഗിക്കേണ്ടത്. അടുത്ത്, സ്പീക്ക് ക്ലിയർലി. നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് പറയുക. യൂസ് വേർഡ്സ് ദാറ്റ് മേക്ക് സെൻസ്. അതായത് അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ പോലുള്ള പല കോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത്, റിമെമ്പർ ദാറ്റ് ദ അതർ പേഴ്സൺ ഹാസ് നോൺ വെർബൽ സൈൻസ് ഓർ ഗെസ്റ്റേഴ്സ്. അതായത് നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മളോട് ടെലിഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന ഗെസ്റ്റേഴ്സ്, അതായത് ആക്ഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് ആബ്സെൻ്റ് ആണ്, വിഷ്വൽ ക്യൂസ് ആബ്സെൻ്റ് ആണ്. അതായത് നമുക്ക് കണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണ്, അവിടെ അവൈലബിൾ അല്ല. വാച്ച് യുവർ ടോൺ ഓഫ് വോയിസ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ടോൺ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ടോണിന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഫർമേഷൻ കൃത്യമായിട്ട് എത്തിക്കാൻ എന്തിനു സാധിക്കുന്നു, ടോണിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വോയിസിൻ്റെ ടോൺ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, വോയിസ് മെയിൽസ് ഓർ ഓഡിയോ ക്ലിപ്സ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ബ്രീഫ്. നമ്മുടെ വോയിസ് മെയിൽ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് എങ്ങനെയുള്ളതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ ബ്രീഫ്, ഷോർട്ടുമായിരിക്കണം. അടുത്തത്, ഇഫ് യു പ്ലാൻ ടു ഡെലിവർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. നിങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചൂസ് ഇമെയിൽസ് നോട്ട് വോയിസ് മെയിൽസ്. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട എന്തായിരിക്കണം, ഇമെയിൽ ആയിരിക്കണം. വോയിസ് മെയിലിനേക്കാളും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇമെയിലിനായിരിക്കണം. അടുത്ത പോയിന്റ്, സമ്മറൈസ് അറ്റ് ദ എൻഡ്. നമ്മൾ എന്താണോ പറഞ്ഞ കാര്യം അതിനെ ഒന്ന് അവസാനം നമ്മൾ പറഞ്ഞു തീർക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ്. ഓൺലൈൻ വഴി നമ്മുടെ പ്രൊനൗൺസിയേഷന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന പോലെയല്ല എന്ത് ചെയ്യുന്നത്, വായിക്കുന്നത്. അതുകൊണ്ട് ഉച്ചാരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വാക്ക് ശരിയായി ഉച്ചരിച്ചില്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, തെറ്റിദ്ധരിക്കപ്പെടാം. ഓക്കെ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ അതായത് ഉച്ചാരണം മെച്ചപ്പെടുത്താനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, ലിസൺ മോർ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മളുടെ ഉച്ചാരണവും അതുപോലെ മറ്റുള്ളവരുടെ ഉച്ചാരണവും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സ്പീക്ക് മോർ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളോട് കൂടുതൽ സംസാരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരോടും. മൂന്നാമത്തെ പോയിന്റ്, വാച്ച് യുവർ മൗത്ത് പൊസിഷൻ. നമ്മുടെ മൗത്തിൻ്റെ പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ബിവെയർ ഓഫ് സ്പെല്ലിംഗ് ട്രാപ്സ്. സ്പെല്ലിംഗ് ട്രാപ്സും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് സ്പെല്ലിംഗ് ട്രാപ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് സ്പെല്ലിംഗ് ട്രാപ്സ്? ദ ഫോക്കസ് ഓൺ സ്പെല്ലിംഗ് വിൽ ലീഡ് വൺ ടു മിസ്പ്രൊനൗൺസ് മെനി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് അനുസരിച്ച് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തെറ്റാറുണ്ട്. ഉദാഹരണത്തിന് പല വാക്കുകളും നമുക്ക് നൈഫ് തന്നെ നോക്കാം. KNIFE എന്ന് നമ്മൾ എഴുതിയിട്ട് വായിക്കുന്നത് എപ്പോഴും നൈഫ് എന്നാണ്. കെ എവിടെ സൈലൻ്റ് ആണ്. ഇത്തരത്തിലാണ് ഇംഗ്ലീഷിലെ പല വാക്കുകളും നമ്മൾ എഴുതുന്ന പോലെയല്ല ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഒരു നോൺ ഫോണറ്റിക് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. അതായത് എഴുതുന്നത് പോലെയല്ല പലപ്പോഴും ഉച്ചരിക്കുന്നത്. അപ്പോൾ ശരിയായ ഉച്ചാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു വാക്കിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പോഡ്കാസ്റ്റ് ആണ്. എന്താണ് പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റ് ആർ എപ്പിസോഡിക് സീരീസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ആൻഡ് ഡിജിറ്റൽ ഓഡിയോ ഫയൽസ് ദാറ്റ് എ യൂസർ ക്യാൻ ഡൗൺലോഡ് ടു എ പേഴ്സണൽ ഡിവൈസ് ഫോർ ഈസി ലിസണിങ്. അതായത് ഒരു എപ്പിസോഡിക് സീരീസ് ആയിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അതിനെയാണ് പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുന്ന പല പ്രോഗ്രാംസും, അതായത് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന ഇൻ്റർവ്യൂ പോലുള്ള പരിപാടികളൊക്കെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ അതിൽ വീഡിയോസും അവൈലബിൾ ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, വിഷ്വൽ പോഡ്കാസ്റ്റ് എന്ന് വിളിക്കാം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന സീരീസ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സത്യത്തിൽ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പോഡ്കാസ്റ്റുകൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓൺലൈൻ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂട്യൂബ് വീഡിയോസ്, അതുപോലെ ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നു, പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ ഓഡിയോ ലെസൺസ് ആൻഡ് പോഡ്കാസ്റ്റ്, ഓഡിയോ ലെസൺസും അതുപോലെ പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതിലൂടെ നമുക്ക് എന്ത് മെച്ചപ്പെടുത്താൻ കഴിയുന്നു, നമ്മുടെ ഉച്ചാരണം മെച്ചപ്പെടുത്താൻ കഴിയുന്നു. പിന്നെയുള്ള റിസോഴ്സാണ് വോയിസ് റെക്കോർഡിംഗ് ടൂൾസ്. വോയിസ് റെക്കോർഡിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, തിരുത്താൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്